Hi, let's continue our discussion on diffraction. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അവിടെ പാത്ത് ലെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഓക്കെ, ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്നുള്ളതിനെ കുറിച്ചാണ്. പ്ലെയിൻ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് നാരോ സ്ലിറ്റ്സ് സൈഡ് ബൈ സൈഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട് ഒരേ ഒരു സ്ലിറ്റ് ആണ്, ആ രീതിയിലുള്ള അനേകം നാരോ സ്ലിറ്റ്സ് ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ അതൊരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആയി. ഓക്കെ, അപ്പോൾ ഈ സ്ലിറ്റ്സിന്റെ ഇടയിൽ ഒപ്പേക്ക് ആയിട്ടുള്ള സ്പേസസ് ഉണ്ട്, അതായത് പ്രകാശം കടത്തിവിടാത്ത, ലൈറ്റ് കടത്തിവിടാത്ത സ്പേസസ് ഉണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ എ വേവ് ഫ്രണ്ട് falls on a grating? When a wave front is incident on a grating surface, light is transmitted through the slits and obstructed by the opaque portions. Okay, അതായത് there are a large number of slits. ഇതിൽ വേവ് ഫ്രണ്ട് ഇൻസിഡന്റ് ആകുമ്പോൾ സ്ലിറ്റ്സിലൂടെ പ്രകാശം കടന്നു പോകും. റൈറ്റ്, സ്ലിറ്റ്സിലൂടെ പ്രകാശം കടന്നു പോകും. അതിൻ്റെ ഇടയിലുള്ള ഒപ്പാക്ക് റീജിയൻ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരം ഗ്രേറ്റിംഗിനെ നമ്മൾ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്ന് വിളിക്കും. റൈറ്റ്, അതായത് സ്ലിറ്റിലൂടെ പ്രകാശം കടത്തിവിടുന്ന ടൈപ്പ് ഗ്രേറ്റിംഗ്, ഇതിന് നമ്മൾ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഗ്രേറ്റിംഗിലൂടെ അല്ലെ പ്ലെയിൻ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിലൂടെ, ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗിലൂടെ പ്രകാശം കടത്തിവിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ഉണ്ട്. ഈ സ്ലിറ്റ്സിൽ നിന്ന് വരുന്ന സെക്കൻഡറി വേവ്സ്, റൈറ്റ്, ഇവിടെ പ്രകാശം കടത്തിവിടുന്ന സ്ലിറ്റ്സ് ഉണ്ട്, ഇവിടെ നിന്നുള്ള സെക്കൻഡറി വേവ്സ്, റൈറ്റ്, ഇവ ഇന്റർഫിയർ ചെയ്യും. Right, these secondary waves will interfere with one another, right, similar to the interference of waves in the double slit experiment. നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് കണ്ടു. റൈറ്റ്, അതിന് സമാനമായിട്ട് ഈ ഡിഫറെന്റ് സ്ലിറ്റ്സിൽ നിന്ന് വരുന്ന ലൈറ്റ്സ് ഇന്റർഫിയർ ചെയ്യും. റൈറ്റ്, ഇപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ 2 സ്ലിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഹിയർ ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് സ്ലിറ്റ്സ്. റൈറ്റ്, ദാറ്റ്സ് ദ ഡിഫറൻസ്. അതായത് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ആക്ച്വലി ഇന്റർഫറൻസ് തന്നെയാണ്. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഇന്റർഫറൻസ്. അപ്പൊ ഏതാണ് ഡിഫ്രാക്ഷൻ, ഏതാണ് ഇന്റർഫറൻസ് എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള റൂൾസ് ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് തൽക്കാലം ഈ പറയുന്ന കാര്യങ്ങളെ ഡിഫ്രാക്ഷന്റെ കീഴിൽ ഡിസ്കസ് ചെയ്യാം. റൈറ്റ്, അതായത് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്, ലാർജ് നമ്പർ ഓഫ് സ്ലിറ്റ്സ്, ഈ രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഡിഫ്രാക്ഷൻ, ഈ ഫിനോമിനൻ നമുക്ക് ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒക്കെ കിട്ടുന്നത് ഇന്റർഫറൻസ് കാരണം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഫ്രോൺഹോഫർ ആണ് ആദ്യത്തെ ഗ്രേറ്റിംഗ് കൺസ്ട്രക്ട് ചെയ്തത്. സോ ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പാരലൽ ഫൈൻ വയേഴ്സ് സ്ട്രെച്ച്ഡ് ഓൺ എ ഫ്രെയിം. റൈറ്റ്, ഒരു ഫ്രെയിം എടുത്തിട്ട് ലാർജ് നമ്പർ ഓഫ് പാരലൽ വയേഴ്സ് സ്ട്രെച്ച് ചെയ്ത് വെച്ചു. റൈറ്റ്, ദിസ് ആക്ട്സ് ആസ് എ ഗ്രേറ്റിംഗ്. അതായത് വയേഴ്സ് ഉള്ള ഭാഗം ഒപ്പേക്കാണ്, ബാക്കിയുള്ള ഭാഗത്തൂടെ പ്രകാശം കടന്നു പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഗ്രേറ്റിംഗ്സ് ചെയ്യുന്നത് ദേ ആർ പ്രിപ്പയർഡ് ബൈ റൂളിംഗ് ഈക്വിഡിസ്റ്റന്റ് പാരലൽ ലൈൻസ് ഓൺ എ ഗ്ലാസ് സർഫസ്. ഇന്ന് നമുക്കിത് വളരെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. ഗ്ലാസിന്റെ സർഫസിൽ ഈക്വിഡിസ്റ്റന്റ്, ഒരേ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈൻസ് വരയ്ക്കുക. റൈറ്റ്, ഉദാഹരണത്തിന് ഡയമണ്ട് പോയിന്റ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഈ വരയുള്ള ഭാഗം ഒപ്പേക്കായിട്ടും അതിന്റെ ഇടയിലുള്ള ഭാഗം പ്രകാശം കടത്തിവിടുന്ന സ്ലിറ്റ്സ് ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, സോ ദ സ്പേസ് ബിറ്റ്വീൻ എനി ടു ലൈൻസ് ഇസ് ട്രാൻസ്പെറന്റ് ടു ലൈറ്റ് ആൻഡ് ദ ലൈൻഡ് പോർഷൻ ഇസ് ഒപ്പാക്ക് ടു ലൈറ്റ്. അപ്പോൾ ഇത്തരം സർഫസസ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇഫ് ഓൺ ദ അതർ ഹാൻഡ്, ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് മാത്രമല്ല വേറെ ടൈപ്പ് ഗ്രേറ്റിംഗ് കൂടെ ഉണ്ട്. അതായത് ഇഫ് ദ ലൈൻസ് ആർ ഡ്രോൺ ഓൺ എ സിൽവേർഡ് സർഫസ്, അത് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ, ഓക്കെ, then light is reflected from positions of the mirror in between any two lines and such surfaces act as reflection gratings. നമ്മളിപ്പോൾ കണ്ട് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആയിരുന്നു. there are also gratings called reflection gratings. റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിൽവേർഡ് റിഫ്ലക്റ്റിംഗ് സർഫസിലാണ് നമ്മൾ ഈ ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈൻസിന്റെ ഇടയിൽ പതിക്കുന്ന പ്രകാശമാണെങ്കിൽ റിഫ്ലക്ട് ചെയ്യപ്പെടും. Right, so this is reflection grating. Now, if the spacing between the lines is of the order of the wavelength of light, light in the wavelength in the order is spacing angle, anganayanengil there will be an appreciable deviation of the light. Okay, so gratings used for the study of visible region of the spectrum contain 10,000 lines per centimeter. Visible region of spectrum ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, റൈറ്റ്, അത് വളരെ ഫൈൻ ആയിട്ട് അതിന്റെ ലൈൻസും ആയിരിക്കണം. സോ ദിസ് കണ്ടെയ്ൻ 10,000 ലൈൻസ് പെർ സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഗ്രേറ്റിംഗ്സ് നമ്മൾ ഒറിജിനലി നമ്മൾ പറഞ്ഞു ഗ്ലാസ്സിൽ പാരലൽ ലൈൻസ് ഡയമണ്ട് പോയിന്റ് വെച്ച് വരയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രേറ്റിംഗ്സ് വളരെ കുറവാണ്. പ്രാക്ടിക്കൽ പർപ്പസിന് നമ്മൾ ഇതിന്റെ റെപ്ലിക്കാസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വി മേക്ക് റെപ്ലിക്കാസ് ഓഫ് ദ ഒറിജിനൽ ഗ്രേറ്റിംഗ്. അതായത് ഇവിടെ ചെയ്യുന്നത് ഒറിജിനൽ ഗ്രേറ്റിംഗ് സർഫസിന്റെ മുകളിൽ യു പോർ എ തിൻ ലെയർ ഓഫ് കൊളോഡിയൻ സൊല്യൂഷൻ.
ഈ കൊളോഡിയൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ്. റൈറ്റ്, വി ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ദി ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. അതിന്റെ പ്രത്യേകത ഇതാണ്. റൈറ്റ്, ദിസ് സൊല്യൂഷൻ ഇസ് poured ആൻഡ് ദെൻ ദ സൊല്യൂഷൻ ഇസ് അലൗഡ് ടു ഹാർഡൻ. ഈ സൊല്യൂഷൻ ഹാർഡൻ ചെയ്യാൻ അനുവദിക്കും. റൈറ്റ്, എന്നിട്ട് ഈ ഫിലിം ഓഫ് കൊളോഡിയൻ നമ്മൾ ഈ ഗ്ലാസ് സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യുക, ആൻഡ് ദെൻ വി ഫിക്സ് ഇറ്റ് ബിറ്റ്വീൻ ടു ഗ്ലാസ് പ്ലേറ്റ്സ്. റൈറ്റ്, അപ്പോൾ ഇത് ഒരു ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. Okay. Now let's look at the theory of plane transmission grating. Okay. ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റിംഗ് സർഫസ് ആണ്. ഗ്രേറ്റിംഗ് സർഫസ് ആണ്. Right. ഇത് ആക്ച്വലി ദിസ് ഗ്രേറ്റിംഗ് സർഫസ് ഇസ് കെപ്റ്റ് ലൈക്ക് ദിസ്. ഇറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദി സ്ക്രീൻ. റൈറ്റ്, സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഗ്രേറ്റിംഗ് സർഫസ് ഉള്ളത്. റൈറ്റ്, സോ വി ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം എ സൈഡ്. അതുപോലെ എം എൻ എന്ന് പറയുന്ന സ്ക്രീൻ ആണ്. അഗൈൻ ദ സ്ക്രീൻ ഇസ് ഗോയിങ് ഇൻ ടു ദ സ്ക്രീൻ ലൈക്ക് ദാറ്റ്. റൈറ്റ്, ഇൻ ടു ദ പേപ്പർ ഇഫ് യു ലൈക്ക്. റൈറ്റ്, ഈ രീതിയിലാണ് സ്ക്രീൻ ഉള്ളത്. Okay. അതുപോലെ the slits are all parallel to one another and perpendicular to the plane of the paper. Here AB is a slit and BC is an opaque portion. അതായത് ഇവിടെ ഈ റെപ്രസെന്റേഷനിൽ AB എന്ന് പറയുന്ന സ്ലിറ്റ് ആണ്, പ്രകാശം കടത്തിവിടുന്ന റീജിയൻ ആണ്. BC എന്ന് പറയുന്നത് ഒപ്പാക് റീജിയൻ ആണ്. ദീസ് ആർ ഒപ്പാക് റീജിയൻസ്. അപ്പോൾ ഇതിലൂടെ പ്രകാശം കടന്നു പോകില്ല. ഈ സ്ലിറ്റിന്റെ വിഡ്ത്ത് നമ്മൾ സ്മോൾ എ എന്നും ഒപ്പാക് റീജിയന്റെ വിഡ്ത്ത് നമ്മൾ സ്മോൾ ബി എന്നുമാണ് എടുക്കുന്നത്. Okay, so the width of each slit is denoted as A and the opaque spacing between any two consecutive slits is B. So these are the details. Now let a plane wavefront be incident on the grating surface. Right, the grating surface il oru plane wavefront incident avuganu. Okay, appo namakariam secondary waves will be produced. Right, all the secondary waves traveling in the same direction as that of the incident light will come to focus at the point P on the screen. Right, അപ്പോൾ അതായത് ഈ സെക്കൻഡറി വേവ്സ് ഉണ്ടാവും. നമുക്ക് സ്ലിറ്റ്സിന്റെ അവിടെ നിന്ന് സെക്കൻഡറി വേവ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സെക്കൻഡറി വേവ്സിൽ കുറേ എണ്ണം ഇൻസിഡന്റ് ബീംസിന്റെ അതേ ഡയറക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇൻസിഡന്റ് ബീംസിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ. റൈറ്റ്, ഇങ്ങനെ ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്ന ബീംസ് ആണ് ഇവിടെ ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. റൈറ്റ്, അപ്പോൾ അത് ഒരു ലെൻസ് വഴി ഫോക്കസ്ഡ് ആയിട്ട് പി എന്നുള്ള പോയിന്റിൽ വീഴും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്ക്രീൻ വെച്ചിരിക്കുന്നത് ഈ ലെൻസിന്റെ ഫോക്കൽ പ്ലെയിനിലാണ്. അതുകൊണ്ട് ഈ പോയിന്റ് പി എന്ന് പറയുന്നത് എന്തായാലും ബ്രൈറ്റ് ആയിരിക്കും, ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയിരിക്കും. കാരണം ഈ വരുന്ന വേവ്സ് തമ്മിൽ പാത്ത് ഡിഫറൻസ് ഒന്നുമില്ല. റൈറ്റ്, ദേ ഹാവ് നോ പാത്ത് ഡിഫറൻസ്. കാരണം ഇത് ഡീവിയേഷൻ ഇല്ലാത്ത വേവ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവ പരസ്പരം റീഇൻഫോഴ്സ് ചെയ്യും ആൻഡ് ദെൻ വിൽ ഗെറ്റ് എ ബ്രൈറ്റ് ഓർ എ സെൻട്രൽ ബ്രൈറ്റ് മാക്സിമം അറ്റ് ദ പോയിന്റ് പി. ഓക്കെ, അതായത് ഗ്രേറ്റിംഗ് എക്സ്പെരിമെന്റിൽ ഈ സെൻട്രൽ പോയിന്റ് പി എന്ന് പറയുന്ന ഒരു ബ്രൈറ്റ് മാക്സിമം ആണ്. ദിസ് ഇസ് എ ബ്രൈറ്റ് മാക്സിമം. കാരണം ഡീവിയേഷൻ ഒന്നും ഇല്ലാത്ത ലൈറ്റ് ആണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവ തമ്മിൽ പാത്ത് ഡിഫറൻസ് 0 ആണ്. ഓക്കെ, സോ വി ഹാവ് എ സെൻട്രൽ ബ്രൈറ്റ് മാക്സിമം അറ്റ് ദ പോയിന്റ് പി. ഡീവിയേഷൻ ഇല്ലാത്ത ഉള്ള വേവ്സിന്റെ കാര്യം നമ്മൾ കണ്ടു. റൈറ്റ്, നൗ ലെറ്റ്സ് കൺസിഡർ ദ സെക്കൻഡറി വേവ്സ് ട്രാവലിംഗ് ഇൻ എ ഡിഫറെന്റ് ഡയറക്ഷൻ. ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡറി വേവ്സ് നമുക്ക് നോക്കാം. റൈറ്റ്, സോ ലെറ്റ്സ് സേ ദാറ്റ് they are traveling in a direction inclined at an angle theta with the direction of incident light. അതായത് ഇൻസിഡന്റ് ലൈറ്റ് ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് തീറ്റ എന്ന ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റേസ് മാത്രം നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ആണ് തീറ്റ. റൈറ്റ്, അപ്പോൾ ഇത്തരത്തിലുള്ള ലൈറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെൻസും suitably rotate ചെയ്യണം. Right, so we suitably rotate the lens such that the axis of the lens is now parallel to the direction of the secondary waves. Okay, ഈ സെക്കൻഡറി വേവ്സിന് പാരലൽ ആയിട്ട് ലെൻസിന്റെ ആക്സിസ് വരുന്ന രീതിയിൽ നമ്മൾ ലെൻസിനെ റൊട്ടേറ്റ് ചെയ്യണം. റൈറ്റ്, കാരണം നമുക്ക് ഈ തീറ്റ എന്നുള്ള ഡയറക്ഷനിൽ ഡീവിയേറ്റ് ചെയ്ത ലൈറ്റിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. Right, അപ്പോൾ ഈ സെക്കൻഡറി വേവ്സ് ലെറ്റ്സ് സേ ദാറ്റ് ദേ കം ടു ഫോക്കസ് അറ്റ് എ പോയിന്റ് P1 ഓൺ ദ സ്ക്രീൻ. റൈറ്റ്, P1 എന്നുള്ള പോയിന്റിലാണ് ഈ സെക്കൻഡറി, അതായത് തീറ്റ എന്നുള്ള ആംഗിളിൽ ഇനീഷ്യൽ ഡയറക്ഷനിൽ നിന്ന് തീറ്റ എന്നുള്ള ആംഗിളിൽ പോകുന്ന ലൈറ്റ്സ് എല്ലാം P1 എന്നുള്ള പോയിന്റിലാണ് വീഴുന്നതെന്ന് കരുതുക. റൈറ്റ്, ഫോക്കസ്ഡ് ആവുന്നത് എന്ന് കരുതുക. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. വി ക്യാൻ സേ അബൌട്ട് ദ ഇന്റൻസിറ്റി അറ്റ് ദ പോയിന്റ് P1. Right, and we know that this depends on the path difference between the secondary waves originating from the corresponding points A and C of the two neighboring slits. അതായത് ഇനീഷ്യലി നമ്മൾ ഈ രണ്ട് ലൈറ്റ് വേവ്സ് മാത്രം എടുക്കുകയാണ്. എ എന്നുള്ള പോയിന്റിൽ നിന്നും അതുപോലെ സി എന്നുള്ള പോയിന്റിൽ നിന്നും വരുന്ന ലൈറ്റ് വേവ്സ് മാത്രം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പാത്ത് ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. റൈറ്റ്, അപ്പോൾ നമുക്കറിയാം ഈ എ ബി എന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ എ എന്ന് വിളിച്ചത്. അതുപോലെ ബി സി എന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ ബി എന്ന് വിളിച്ചത്. Right, ഈ പാത്ത് ഡിഫറൻസ് നമ്മൾ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ കാര്യത്തിൽ കാൽക്കുലേറ്റ് ചെയ്തു. സെയിം ടെക്നിക് വർക്ക്സ് ഹിയർ. The path difference between the secondary waves
സ്റ്റാർട്ടിംഗ് ഫ്രോം എ ആൻഡ് സി, എയിൽ നിന്ന് സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡറി വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എ സി സൈൻ തീറ്റ ആണ്. ദിസ് വിൽ ബി ഈക്വൽ ടു എ സി സൈൻ തീറ്റ. ഇത് കാണാൻ എളുപ്പമാണ്. നമ്മൾ സിംഗിൾ സ്ലിറ്റിന്റെ കാര്യത്തിൽ ചെയ്ത അതേ അനാലിസിസ് ആണ്. യു ക്യാൻ ഡ്രോപ്പ് എ പെർപെൻഡിക്കുലർ ലൈക്ക് ദിസ്. ഈ രീതിയിൽ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ദിസ് ഇസ് അഗൈൻ തീറ്റ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ പാത്ത് ഡിഫറൻസ്. ഈ ഡിസ്റ്റൻസ് ആണ് പാത്ത് ഡിഫറൻസ്. ഇവിടെ നമ്മൾ സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ, if we take sin theta, we see that sin theta is equal to path difference divided by, path difference opposite side ആണ്, divided by hypotenuse. Hypotenuse ഇതാണ്, divided by AC, or we can say path difference is equal to AC sin theta. Okay, പക്ഷേ AC എന്ന് പറഞ്ഞ ലെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, okay, that's clear because we have already discussed this. Okay, ഇനി AC എന്ന് പറയുന്നത് we can write it as AB plus BC. Right, we can write AC as AB plus BC. ഈ AB plus BC എന്നുള്ളതിനെ A plus B എന്ന് എഴുതാം. Okay, so the path difference can be written as AC sin theta is equal to A plus B sin theta. Now we know that the point P1 will be of maximum intensity if the path difference is equal to integral multiples of lambda, where lambda is the wavelength of light. ഇത് നമ്മൾ ഇന്റർഫറൻസ് കണ്ടപ്പോൾ കണ്ടതാണ്. ലാംഡയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ് ഈ പാത്ത് ഡിഫറൻസ് എങ്കിൽ P1 ൽ ഉള്ളത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഇന്റൻസിറ്റി ആയിരിക്കും. അപ്പോൾ ഈ അനാലിസിസ് ഏതൊരു സ്ലിറ്റിന്റെ കാര്യത്തിൽ ശരിയാണ്. നമ്മളൊരു പെർട്ടിക്കുലർ സ്ലിറ്റ് എടുത്തിട്ടാണ് ഈ കാൽക്കുലേഷൻ നടത്തിയത്. Alright, but we can say that all the secondary waves originating from the corresponding points of the neighboring slits, നമ്മളിപ്പോൾ എടുത്ത രണ്ട് പോയിന്റ്സ് എടുത്തു A and C, right? അതുപോലെ നെയ്ബറിംഗ് സ്ലിറ്റ്സിന്റെ നമ്മൾ രണ്ട് കറസ്പോണ്ടിങ് പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സിൽ നിന്നുള്ള സെക്കൻഡറി വേവ്സും will reinforce one another. Okay, if this condition is satisfied. Okay, അതായത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുകയാണെങ്കിൽ ആംഗിൾ തീറ്റ gives the direction of maximum intensity. Okay, so we can say in general A plus B sin theta n is equal to n lambda. Okay, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുകയാണെങ്കിൽ we have maximum intensity. We have maximum intensity on the screen. Alright, അതായത് നമ്മൾ ആദ്യം θ1 എന്നുള്ള ഒരു ആംഗിൾ എടുത്തു. θ1 എന്നുള്ള ആംഗിളിന് നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാക്സിമം കിട്ടി. ലെറ്റ്സ് സേ ദാറ്റ് വി ഗോട്ട് മാക്സിമം ഇന്റൻസിറ്റി. Alright, maximum intensity. ഇവിടെ മാക്സിമം ഇന്റൻസിറ്റി കിട്ടണമെങ്കിൽ the path difference has to be A plus B multiplied by sin θ1 is equal to lambda. Right, ഈ n എന്നുള്ള 1 ആണെങ്കിൽ. Alright, ഇനി θ1 എന്നുള്ളത് നമ്മൾ ഇൻക്രീസ് ചെയ്ത് θ2 എന്നൊരു ആംഗിളിലേക്ക് എത്തുകയാണ്. Right, we can go to an angle θ2. അതായത് നമ്മൾ പാത്ത് ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്. Right, we are choosing a different angle and we are increasing the path difference. ഈ കേസിൽ പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. സോ ഇൻക്രീസ് θ2 up to the point where the path difference is now 2 lambda. Right, അതായത് A plus B sin θ2 നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്, പാത്ത് ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യാണ്. So if you increase θ1 up to θ2 in such a way that the path difference now becomes 2 lambda, again we will get maximum intensity. Right, again we will get maximum intensity. Right, അപ്പോൾ ഈ equation this actually picks up a number of maximum intensities. ഒരു പെർട്ടിക്കുലർ മാക്സിമം ഇന്റൻസിറ്റി അല്ല, it picks up a number of maximum intensity. So theta n is the direction of the nth principal maximum. Right, first maximum, first principal maximum, second principal maximum, third principal maximum എന്നിങ്ങനെ theta n gives the direction of the nth principal maximum. Alright, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെൻട്രൽ പോയിന്റ് നമ്മൾ പറഞ്ഞു ഒരു മാക്സിമം ഇന്റൻസിറ്റി പോയിന്റ് ആണല്ലോ. അത് കാരണം അൺഡിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് സെൻട്രൽ പോയിന്റിൽ എത്തുന്നത്. പി എന്നുള്ള പോയിന്റ് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, അൺഡിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് എത്തുന്നത്. അതിന് കറസ്പോണ്ടിങ് ഒരു മാക്സിമം ഇന്റൻസിറ്റി നമുക്ക് കിട്ടും. വി ഗെറ്റ് മാക്സിമം ഇന്റൻസിറ്റി അറ്റ് പോയിന്റ് പി. റൈറ്റ്, അപ്പൊ ഇതിനെയല്ല നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം എന്ന് പറയുന്നത്. റൈറ്റ്, എ പ്ലസ് ബി സൈൻ θ1 ഈക്വൽ ടു ലാംഡ, അതിന് കറസ്പോണ്ട് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം എന്ന് പറയുന്നത്. Right, so this would be the first principal maximum, for example P1. Right, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് ആംഗിൾ തീറ്റ എടുത്തത്. ദ സെയിം തിങ് വർക്ക്സ് ഫോർ ആൻ ആംഗിൾ തീറ്റ ഇൻ ദിസ് ഡയറക്ഷൻ ഓൾസോ. ഈ ഡയറക്ഷൻ ആംഗിൾ തീറ്റ ആണെങ്കിലും ഇതേ അനാലിസിസ് വർക്ക് ചെയ്യും. ഇറ്റ്സ് എക്സാക്ട്ലി ദ സെയിം കണ്ടീഷൻ. റൈറ്റ്, അതായത് P1 എന്നുള്ള പോയിന്റിൽ ഇവിടെ നമുക്ക് മാക്സിമം ഉണ്ടെങ്കിൽ, പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ടെങ്കിൽ, റൈറ്റ്, അതിന് സിമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റിലും ഒരു പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ടായിരിക്കും. റൈറ്റ്, അതുപോലെ P2 എന്ന പോയിന്റിൽ, അതായത് θ2 എന്നുള്ള ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് P2 എന്നുള്ള പോയിന്റിൽ നമുക്ക് മാക്സിമം ഇന്റൻസിറ്റി ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് P എന്നുള്ള പോയിന്റിനെ അപേക്ഷിച്ച് സിമെട്രിക്കലി നേരെ അതിന്റെ ഓപ്പോസിറ്റ് പൊസിഷനിലും ഒരു മാക്സിമം ഇന്റൻസിറ്റി നമുക്ക് കാണാൻ കഴിയും. റൈറ്റ്,
അതായത് ഈ മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് സിമെട്രിക്കലി അറൗണ്ട് ദ സെൻട്രൽ മാക്സിമത്തിന്റെ രണ്ട് സൈഡിലും സിമെട്രിക് ആയിട്ടാണ് ഈ ബാക്കിയുള്ള മാക്സിമ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ മാക്സിമ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഇവിടെ n equal to 1 കറസ്പോണ്ട് ഈ പോയിന്റ് ഈ പോയിന്റ് ഉണ്ട്. n equal to 2 കറസ്പോണ്ട് ചെയ്യുന്ന അഗൈൻ രണ്ട് പോയിന്റ്സ് ഉണ്ട്. റൈറ്റ്. ഓക്കെ. Now putting n equal to 1, 2, 3 etc. the angles theta 1, theta 2, theta 3 etc. corresponding to the directions of the principal maxima can be obtained. അതായത് നേരത്തെ പറഞ്ഞായിരുന്നു തന്നെ theta 1 n-ന് ഡിഫറെന്റ് വാല്യൂസ് ഇടുകയാണെങ്കിൽ we'll get the angles theta 1, theta 2, theta 3 etc. corresponding to the directions of the principal maxima. നമുക്ക് theta ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ from here we can do sin theta n is equal to n lambda divided by a plus b. Okay, or theta n കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ സൈൻ ഇൻവേഴ്സ് ചെയ്താൽ മതി. റൈറ്റ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും? We can calculate the different directions corresponding to maximum intensity. Okay, or different directions corresponding to principal maxima. Right. ഇനി മോണോക്രോമാറ്റിക് ലൈറ്റിന് പകരം റൈറ്റ് ഒരു വൈറ്റ് ലൈറ്റ് ആണ് ഇൻസിഡന്റ് ആവുന്നത് കരുതുക. റൈറ്റ്. സപ്പോസ് there are more than one wavelength. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ the beam will get dispersed and the angles of diffraction for different wavelengths will be different. Right. അതായത് ഒരേ ഒരു ഡിഫറെന്റ് വേവ് വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കരുതുക. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ മാക്സിമം പി എന്നുള്ള പോയിന്റിലുള്ള സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് അപ്പോഴും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മാക്സിമം തന്നെയായിരിക്കും, വൈറ്റ് ആയിട്ടുള്ള മാക്സിമം തന്നെയായിരിക്കും. കാരണം ഇവിടെ അൺഡിഫ്ലക്റ്റഡ് ലൈറ്റ്സ് ആണ് പി എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് ഇപ്പോഴും വൈറ്റ് തന്നെയായിരിക്കും. റൈറ്റ്. പക്ഷേ ഈ ഡിഫ്ലക്ഷൻ വരുന്ന കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഓരോ വേവ് ലെങ്ത്തിനും ഡിഫറെന്റ് ഡിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇതിനാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. ഈച്ച് വേവ് ലെങ്ത് വിൽ ഗെറ്റ് ഡിസ്പേഴ്സ്ഡ് ഡിഫറെന്റ്ലി, or they get deflected differently. Okay. അതായത് ഓരോ ഡിഫറെന്റ് വേവ് ലെങ്ത്തും അണ്ടർഗോ ചെയ്യുന്ന ഡിഫ്ലക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. റൈറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈറ്റ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആക്ച്വലി വി ക്യാൻ സീ ദ മാത്തമാറ്റിക്സ് നൗ, ബട്ട് ആക്ച്വലി വിൽ സീ സെൻട്രൽ വൈറ്റ് ബ്രൈറ്റ് മാക്സിമത്തിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ആക്ച്വലി റെയിൻബോസ് ആണ് കിട്ടുക. റൈറ്റ്. ദർ വിൽ ബി റെയിൻബോ ഹിയർ, ഇത് രണ്ട് ഫസ്റ്റ് ഓർഡർ റെയിൻബോസ് ആണ്. കാരണം ഈ വിബ്ജിയോറിലുള്ള ഓരോ വേവ് ലെങ്ത്തും ഡിഫറെന്റ് പോയിന്റ്സിലാണ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഈ കേസിന്റെ മാത്തമാറ്റിക്സ് ഇങ്ങനെയാണ്. ലെറ്റ് ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡ ബി ടു നിയർ ബൈ വേവ് ലെങ്ത്സ് പ്രസന്റ് ഇൻ ദ ഇൻസിഡന്റ് ലൈറ്റ്. അടുത്തടുത്തുള്ള രണ്ട് വേവ് ലെങ്ത്സ് ആണ്. അതുപോലെ ഇതിന് രണ്ടിനും ഈ ലാംഡ എന്നുള്ള വേവ് ലെങ്ത്തിനും ലാംഡ പ്ലസ് ഡി ലാംഡ എന്നുള്ള വേവ് ലെങ്ത്തിനും ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് തീറ്റയും തീറ്റ പ്ലസ് ഡി തീറ്റയാണ്. റൈറ്റ്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. അതായത് ഓരോ വേവ് ലെങ്ത്തിനും ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. ഇപ്പൊ ലാംഡ എന്നുള്ളതിന്റെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ തീറ്റയും ലാംഡ പ്ലസ് ഡി ലാംഡ എന്നുള്ളതിന്റെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ തീറ്റ പ്ലസ് ഡി തീറ്റ ആണെന്ന് കരുതുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലാംഡ വേവ് ലെങ്ത്തിന് ഫസ്റ്റ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമ കണ്ടീഷൻ ഇതാണ്, എ പ്ലസ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ. റൈറ്റ്. അതേസമയം ലാംഡ പ്ലസ് ഡി ലാംഡ എന്നുള്ളതിന്റെ കറസ്പോണ്ട് ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമ അതിന്റെ കണ്ടീഷൻ ഇതാണ്, എ പ്ലസ് ബി സൈൻ തീറ്റ പ്ലസ് ഡി തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് ഡി ലാംഡ. ഓക്കെ. Thus, in any order, നമ്മൾ ഏത് ഓർഡർ എടുത്താലും ഇത് ശരിയാണ്. So the number of principal maxima corresponds to the number of wavelengths present. അതായത് നമ്മൾ വൈറ്റ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെൻട്രൽ ബ്രൈറ്റ് മാക്സിമത്തിന്റെ രണ്ട് സൈഡിൽ നമുക്ക് റെയിൻബോസ് ആണ് കിട്ടുക. കാരണം 7 കളേഴ്സ് ഉണ്ട് അല്ലെ. നമുക്കറിയാം വിബ്ജിയോർ 7 കളേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഓരോ കളറും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. ഓരോ വേവ് ലെങ്ത്തിനും ഉണ്ടാകുന്നത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. Okay, so you'll actually see a rainbow on both sides. അപ്പോൾ എത്ര പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ടാവും? The number of principal maxima correspond to a number of wavelengths present. എത്ര വേവ് ലെങ്ത് ഉണ്ടോ അത്രയും പ്രിൻസിപ്പൽ മാക്സിമ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമ, സെക്കൻഡ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമ, ഇതെല്ലാം തന്നെ എത്ര വേവ് ലെങ്ത് ഉണ്ടോ അത്രയും എണ്ണം ഉണ്ടാവും. വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ you will have 7. Right? Actually, you will have 7 principal maxima corresponding to the first order, second order, third order, etc. Okay. അതായത് വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന പാറ്റേൺ ഈ രീതിയിലുള്ളതായിരിക്കും. ഓക്കെ. ഒരു സെൻട്രൽ വൈറ്റ് റീജിയൻ ഉണ്ടാവും ആൻഡ് ഓൺ ബോത്ത് സൈഡ്സ് സിമെട്രിക്കലി പ്ലേസ്ഡ്. റൈറ്റ്.
ഇവിടെ ഒരു ഫസ്റ്റ് ഓർഡർ റെയിൻബോ, ഇവിടെ ഒരു ഫസ്റ്റ് ഓർഡർ റെയിൻബോ, റൈറ്റ്? യു ഗെറ്റ് എ സെക്കൻഡ് ഓർഡർ റെയിൻബോ ഹിയർ ആൻഡ് എ സെക്കൻഡ് ഓർഡർ റെയിൻബോ ഹിയർ, എറ്റ്സെട്ര. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. The angle of diffraction theta n corresponding to the direction of the nth principal maximum is given by the equation a plus b sin theta n is equal to n lambda. Okay, ഇതിൽ a plus b എന്നുള്ളതിനെ നമ്മൾ ഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഇനി നമുക്ക് വേറെ ഫോമിൽ എഴുതാം. Suppose there are n prime rulings in 1 meter of the grating. Right? അതായത് n prime rulings ഉണ്ട് 1 മീറ്റർ, ഗ്രേറ്റിംഗിന്റെ 1 മീറ്റർ എടുക്കുകയാണെങ്കിൽ. Right? അങ്ങനെയാണെങ്കിൽ n prime multiplied by a plus b എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. This is 1 meter. Okay? അതിന്റെ കാരണം ഈ a plus b എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറന്റ് റീജിയന്റെയും അതുപോലെ ഒരു ഒപ്പേക്ക് റീജിയന്റെയും കൂടെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, ടോട്ടൽ ലെങ്ത് ആണ്, ടോട്ടൽ വിഡ്ത്ത് ആണ്. Alright? അപ്പോൾ ഇത്തരത്തിലുള്ള n prime സെക്ഷൻസ് ആയിട്ട് നമുക്ക് 1 മീറ്ററിനെ തിരിക്കാം. 1 മീറ്റർ ഓഫ് ഗ്രേറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള n prime സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ കഴിയും. Or we can say that n prime multiplied by a plus b has to be equal to 1 meter. Okay, that's the total length or total width of the grating. Right? അങ്ങനെയാണെങ്കിൽ a plus b എന്നുള്ളതിനെ നമുക്ക് 1 divided by n prime എന്ന് എഴുതാം. So the condition for maxima becomes sin theta n is equal to n prime n lambda. Right? അപ്പോൾ മാക്സിമയ്ക്കുള്ള കണ്ടീഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാം. sin theta n is equal to n prime n lambda. Okay? അപ്പോൾ ഇതിനെയാണ് ഗ്രേറ്റിംഗ് ലോ എന്ന് വിളിക്കുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ സ്ക്രീനിൽ കിട്ടുന്ന ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈ രീതിയിലായിരിക്കും. Alright? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ as we said, P, that's the center, what do you say, the central maximum. P എന്ന് പറയുന്നത് സെൻട്രൽ മാക്സിമം ആണ്. അതായത് ഇവിടേക്ക് എത്തുന്ന വേവ്സ് ഒന്നും ഡിഫ്ലക്ഷൻ ഇല്ലാതെയാണ് എത്തുന്നത്. Right? So they all constructively interfere and we get a central maximum at the point P. Right? ഇനി ഇതിന്റെ രണ്ട് സൈഡിലേക്കും സിമെട്രിക് ആയിട്ട് we get a number of maxima. ഇതിനെയാണ് പ്രിൻസിപ്പൽ മാക്സിമ, ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമ, സെക്കൻഡ് പ്രിൻസിപ്പൽ മാക്സിമ എന്ന് പറയുന്നത്. Right? Or first and second principal maximum. Right? അപ്പോൾ ഇതിന് സിമെട്രിക് ആണ്. റൈറ്റ് സൈഡിൽ ഒരു പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലും ഒരു പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ട്. Now you are looking at the screen. അതായത് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സ്ക്രീനിനെ നമ്മൾ നേരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Alright? അതുപോലെ രണ്ട് പ്രിൻസിപ്പൽ മാക്സിമ എടുത്തു കഴിയുമ്പോൾ അതിന്റെ ഇടയിൽ there are a number of secondary maxima and secondary minima. Secondary maxima, secondary minima എന്ന് പറയുന്ന പോയിന്റ്സ് ഇതിന്റെ ഇടയിലുണ്ട്. Alright? ഈ എ ബി എന്ന് പറയുന്ന പോയിന്റ്സ് ഇത് ഒരു മാക്സിമം തന്നെയാണ്. Alright? അതായത് ഇവിടെ 0 ആവുന്നില്ല, ഇന്റൻസിറ്റി 0 അല്ല. Okay? A, B, C എന്ന് പറയുന്ന പോയിന്റുകൾ these are called secondary maxima. These are called secondary maxima. Okay? അതുപോലെ ഈ പോയിന്റുകൾ, റൈറ്റ്, ഇവിടെ ഡി ഇ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ, റൈറ്റ്, അതുപോലെ ഈ പോയിന്റ് these are all secondary minima. ഇതിനെ നമ്മൾ secondary minima എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഈ എ ബി സി എന്ന് പറയുന്ന സെക്കൻഡറി മാക്സിമ ഇത് ഉണ്ടാവുന്നതിന്റെ കാരണം ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യാത്ത ഒരു വേവ് ഇവിടെ എത്തുന്നതുകൊണ്ടാണ്. ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിൽ ഓരോ വേവ്സ് എത്തുന്നതുകൊണ്ടാണ് ഈ സെക്കൻഡറി മാക്സിമ കിട്ടുന്നത്. നമ്മൾ സെക്കൻഡറി മാക്സിമ നോക്കുകയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ പ്രൈമറി മാക്സിമയുടെ ഇന്റൻസിറ്റിയേക്കാളും വളരെ കുറവാണ്. റൈറ്റ്, അതുപോലെ ഇതിന്റെ ഇടയിൽ സെക്കൻഡറി മിനിമ പോയിന്റ്സ് ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ്ലി ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുന്ന പോയിന്റ്സ് ആണ് സെക്കൻഡറി മിനിമ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഗ്രേറ്റിംഗ്സ് വളരെ അല്ലെങ്കിൽ നമ്പർ ഓഫ് റൂളിംഗ്സ് വളരെ കൂടുതലാണെങ്കിൽ, റൈറ്റ്, ഇഫ് ദ നമ്പർ ഓഫ് ഗ്രേറ്റിംഗ്സ് n is a high value, right, അങ്ങനെയാണെങ്കിൽ usually the intensity as well as angular spacing of the secondary maxima and minima will become so small, right, ഇതിന്റെ സ്പേസിംഗ് വളരെ കുറവാകും in comparison to the principal maxima. അതുകൊണ്ട് അത് യൂഷ്വലി ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. Alright? അതുകൊണ്ട് in effect നമുക്ക് കിട്ടുക a uniform darkness between any two principal maxima. ഏതെങ്കിലും രണ്ട് പ്രിൻസിപ്പൽ മാക്സിമയുടെ ഇടയിൽ യൂണിഫോം ഡാർക്ക്നെസ് ആണ് in effect നമുക്ക് കിട്ടുക. Right? That depends on the number of slits. Okay, അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. We'll just state these results. Okay, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ഉണ്ട്. ഇത് പ്രൂവ് ചെയ്യുന്നില്ല. We'll just state the result. Right? We can understand this result. So the result is this: the first minimum after the nth primary maximum is obtained
when the angle of diffraction is increased such that the path difference between the waves from A and C is increased by lambda divided by n, where n is the number of rulings. Okay. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇതിന്റെ ഐഡിയ ഇതാണ്. Alright. നമുക്ക് nth maximum, nth primary maximum, suppose we get nth primary maximum at an angle theta. Alright. അപ്പോൾ ഈ nth primary maximum കഴിഞ്ഞ അടുത്ത മിനിമം എവിടെയാണ് കിട്ടുന്നതെന്ന് പറയുന്നത്. Right. അപ്പോൾ നമ്മൾ തീറ്റ പതുക്കെ ഇൻക്രീസ് ചെയ്യുക. We increase the angle of diffraction little by little. അപ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പാത്ത് ഡിഫറൻസും ചേഞ്ച് ചെയ്യും. കാരണം പാത്ത് ഡിഫറൻസ് ഇസ് ഗിവൺ ബൈ a plus b sin theta. Okay. അപ്പോൾ പാത്ത് ഡിഫറൻസും ചേഞ്ച് ചെയ്യും. The path difference also will increase. Right. അപ്പോൾ nth primary maximum theta എന്ന് പറഞ്ഞ ആംഗിൾ അല്ലെ theta n എന്ന് പറഞ്ഞ ആംഗിളിൽ കിട്ടിയെന്ന് കരുതുക. Right. Now you increase theta n to another angle, another diffraction angle theta n plus d theta. ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു. Alright. Corresponding to, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാത്ത് ഡിഫറൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ തീറ്റ എന്നിന് കറസ്പോണ്ട് ചെയ്യുന്ന വേവ് ലെങ്ത് അല്ലെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ലാംഡയാണ് അല്ലെ, നമ്മൾ കണ്ടതാണ്. തീറ്റ എന്നിന് കറസ്പോണ്ട് ചെയ്യുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നതിന് n ലാംഡയാണ്, കാരണം മാക്സിമത്തിന്റെ കണ്ടീഷൻ ആണ് പറയുന്നത്. റൈറ്റ്. അതായത് തീറ്റ എന്നുള്ള ആംഗിൾ വി ഇൻക്രീസ്ഡ് ടു തീറ്റ n പ്ലസ് d തീറ്റ ഇൻ സച്ച് എ വേ ദാറ്റ് ദ പാത്ത് ഡിഫറൻസ് ചേഞ്ചസ് ഫ്രം n ലാംഡ ടു n ലാംഡ പ്ലസ് ലാംഡ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ n. ഈ ക്യാപിറ്റൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൂളിങ്സ് ആണ്. ഓക്കെ. അതായത് nth പ്രൈമറി മാക്സിമത്തിന് കറസ്പോണ്ട് ചെയ്യുന്ന പാത്ത് ഡിഫറൻസ് ഉണ്ട്, അത് n ലാംഡയാണ്. റൈറ്റ്. അപ്പോൾ ആ പാത്ത് ഡിഫറൻസ് n ലാംഡയിൽ നിന്നും ലാംഡ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ n ആകുന്ന പോയിന്റിലാണ് എന്ത് കിട്ടുക? ആദ്യത്തെ മിനിമം, ആദ്യത്തെ സെക്കൻഡറി മിനിമം നമുക്ക് കിട്ടുക. അതായത് nth പ്രൈമറി മാക്സിമം കഴിഞ്ഞുള്ള ആദ്യത്തെ സെക്കൻഡറി മിനിമം നമുക്ക് കിട്ടുക. റൈറ്റ്. ഉദാഹരണത്തിന് നമ്മുടെ ഫസ്റ്റ് പ്രൈമറി മാക്സിമം നമുക്ക് കിട്ടും, നമുക്കറിയാം. അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ആംഗിൾ തീറ്റ 1 ആണ്. Right, the path difference. So let's talk about the udaharanam. Right, we are looking at an example. The first primary maximum. Let's say that this is obtained at an angle theta 1. Right, and the corresponding path difference has to be lambda. Okay, in theta 1 increase we are increasing it to theta 1 plus d theta. Okay, in such a way that the path difference now becomes lambda plus lambda divided by n. Alright, path difference lambda divided by lambda plus lambda divided by n ആകുന്ന ആംഗിളിലാണ് റൈറ്റ് നമുക്ക് ഈ ഫസ്റ്റ് മിനിമം കിട്ടുക. അതായത് ഈ ഫസ്റ്റ് പ്രൈമറി മാക്സിമം കഴിഞ്ഞുള്ള ആദ്യത്തെ മിനിമം കിട്ടുക. റൈറ്റ്. ഇറ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് അറ്റ് ആൻ ആംഗിൾ theta 1 plus d theta, which in turn corresponds to a path difference lambda plus lambda divided by n. Okay, ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ. ഇനി ഇത് ഫസ്റ്റ് മിനിമത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സെക്കൻഡറി മിനിമം. there are a lot of words there. നമുക്ക് ഫസ്റ്റ് മിനിമം എന്ന് വിളിക്കാം. അതായത് ഫസ്റ്റ് പ്രൈമറി മാക്സിമം കഴിഞ്ഞുള്ള ഫസ്റ്റ് മിനിമം ആണ് നമ്മൾ പറഞ്ഞത്. റൈറ്റ്. അതായത് ഇറ്റ് കറസ്പോണ്ട്സ് ടു എ പാത്ത് ഡിഫറൻസ് ലാംഡ പ്ലസ് ലാംഡ ഡിവൈഡഡ് ബൈ n. ഓക്കെ. പാത്ത് ഡിഫറൻസ് നമ്മൾ ഇവിടെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എ എന്നുള്ള പോയിന്റിൽ നിന്നുള്ള ലൈറ്റും സി എന്നുള്ള പോയിന്റിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ പാത്ത് ഡിഫറൻസ് ആണ്. റൈറ്റ്. അതായത് ഇവിടെ മുഴുവൻ പാത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് എ സി എന്ന പോയിന്റ്സിൽ നിന്നുള്ള പാത്ത് ഡിഫറൻസ് ആണ്. റൈറ്റ്. ഇനി അടുത്ത മിനിമം ഉണ്ടാവുന്നത് ലാംഡ പ്ലസ് 2 ലാംഡ ബൈ എന്നിലായിരിക്കും. അടുത്ത മിനിമം ഉണ്ടാവുന്ന പാത്ത് ഡിഫറൻസ് ലാംഡ പ്ലസ് 2 ലാംഡ ഡിവൈഡ് ബൈ n ആകുമ്പോഴായിരിക്കും. റൈറ്റ്. അതായത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് ലാംഡ പ്ലസ് 2 ലാംഡ ഡിവൈഡ് ബൈ n പാത്ത് ഡിഫറൻസ് ഉണ്ടാകുന്ന പോയിന്റിലാണ് അടുത്ത മിനിമം ഉണ്ടാകുക. റൈറ്റ്. അടുത്തത് വാട്ട് അബൌട്ട് ദി നെക്സ്റ്റ് മിനിമം? It will be obtained at lambda plus 3 lambda divided by n. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. റൈറ്റ്. പക്ഷെ ലാംഡ പ്ലസ് n ലാംഡ ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് 2 ലാംഡയാണ്. ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന ബ്രൈറ്റ് ആണ്. റൈറ്റ്. n അതായത് 2 ലാംഡയ്ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന എന്താണ്? ഒരു ബ്രൈറ്റ് മാക്സിമം ആണ്. റൈറ്റ്. അല്ലെങ്കിൽ ഒരു പ്രൈമറി മാക്സിമം ആണ്. റൈറ്റ്. സോ ദിസ് ഡസ് നോട്ട് കറസ്പോണ്ട് ടു എ മിനിമം. ഏതുവരെയാണ് മിനിമം എത്തുന്നത്? യു ഹാവ് എ മിനിമം അൺടിൽ this path difference lambda plus n minus 1 lambda divided by n. Okay. അപ്പോൾ ഈ പോയിന്റ് വരെ, ഇത്രയും പോയിന്റുകളിൽ നമുക്ക് മിനിമം ആയിരിക്കും കിട്ടുക. അതായത് ഫസ്റ്റ് പ്രൈമറി മാക്സിമം കഴിഞ്ഞ് ഈ പറഞ്ഞിരിക്കുന്ന പാത്ത് ഡിഫറൻസിന് കറസ്പോണ്ട് ചെയ്യുന്ന പോയിന്റ്സിലെല്ലാം നമുക്ക് മിനിമം ആയിരിക്കും കിട്ടുക. സെക്കൻഡറി മിനിമം ആയിരിക്കും കിട്ടുക. റൈറ്റ്. ഇത് എത്ര സെക്കൻഡറി മിനിമം ഉണ്ട്? there are
n minus 1 secondary minima. There are n minus 1 secondary minima. Okay, n പറയുന്നത് number of rulings ആണ്. Okay, അതുപോലെ നമുക്ക് സെക്കൻഡറി മാക്സിമ നോക്കാം. ഇവിടെ സെക്കൻഡറി മാക്സിമ ഉണ്ട് എ ബി സി എന്നിങ്ങനെ. റൈറ്റ്, അപ്പോൾ രണ്ട് മിനിമത്തിന്റെ ഇടയിലാണ് ഒരു മാക്സിമം വരുന്നത്. റൈറ്റ്, സോ ദ നമ്പർ ഓഫ് മാക്സിമ വുഡ് ബി n മൈനസ് 2 സെക്കൻഡറി മാക്സിമ. അതായത് രണ്ട് പ്രൈമറി മാക്സിമയുടെ ഇടയിലുള്ള നമ്പർ ഓഫ് സെക്കൻഡറി മാക്സിമ എന്ന് പറയുന്നത് n മൈനസ് 2 ആയിരിക്കും. റൈറ്റ്, രണ്ട് പ്രൈമറി മാക്സിമയുടെ ഇടയിലുള്ള സെക്കൻഡറി മിനിമ എന്ന് പറയുന്നത് n മൈനസ് 1 ആയിരിക്കും. Alright, so this is the result, maybe that a result that maybe you can use somewhere, alright, while solving a problem, etc. Alright.